ഗുരുവന്ദനം. നമസ്തേ നമസ്തേ. ഗുരുവന്ദനം കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് പോകാം. ബ്രഹ്മാനന്ദം പരമസുഗതം കേവലം ജ്ഞാനമൂർത്തിം തുന്വാതീതം ഗഗന സദസ്യം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യവിമലമജലം സർവതീ സാക്ഷിഭൂതം ഭാവാതീതം ഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ശ്രീ ബാബാജി നമഃ. ഓം ശ്രീ ശ്രീ ലഹരിമഹാശായ നമഃ. ഓം ശ്രീ ശ്രീ യുക്തേശ്വരഗിരിദേവായ നമഃ. ഓം ശ്രീ ശ്രീ യോഹാനന്ദ ബ്രഹ്മസായ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. നമ്മൾ ഇന്ന് ഭക്തിയോഗം, ക്രിയായോഗയുടെ ഓരോ പാർട്ടുകളും നമ്മൾ മനസ്സിലാക്കും. പ്രാക്ടീസിങ് രണ്ടാമത്തെ കാര്യം, ആദ്യം കുറേ കാര്യങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഭക്തിയോഗത്തിനെ കുറിച്ച്, കാരണം ഭക്തിയോഗം എന്തിനാണ്, ഭക്തിയോഗം കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ്, അതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഒരു മനുഷ്യ ജന്മം എടുത്ത ശേഷം ആരെങ്കിലും ഉണ്ട് കറക്റ്റാ പറയാൻ കഴിയുമെങ്കിൽ പറഞ്ഞുകൊണ്ട്, ഒരു മനുഷ്യ ജന്മം എടുത്ത ശേഷം ആ മനുഷ്യ ജന്മം ബ്രഹ്മത്തോട് ചേരണമെങ്കിൽ നമുക്ക് എത്ര വർഷം വേണ്ടി വരും? അതാണ് ചോദ്യം. സാധാരണ ഒരു ജീവി, അവർക്ക് യോഗ ചെയ്യുന്നില്ല, മറ്റുള്ള ഭക്തിയൊന്നുമില്ല, ഒരു മാർഗത്തിലും അവർ പോകുന്നില്ല. അതേസമയത്ത് നമ്മുടെ മനുഷ്യനായിട്ട് ജനിച്ചു കഴിയും 10,80,000. 10,60,000. 80,000 60,000. നോട്ട് ചെയ്തു. അപ്പൊ നമുക്ക് 10,60,000 വർഷങ്ങൾ കൊണ്ടാണ് നമ്മുടെ മനുഷ്യന്റെ ബ്രെയിൻ വന്നിട്ട് എക്സ്പാൻഷനാണ്. പിന്നെ അടുത്തൊരു ചോദ്യം, ഈ 10,60,000 വർഷം കൊണ്ട് നിങ്ങളുടെ പരിണാമം എന്തൊക്കെ സംഭവിക്കും? അടുത്ത ചോദ്യം. 10,60,000 ബ്രെയിൻ എക്സ്പാൻഷൻ മാത്രല്ലേ പറയുന്നുള്ളൂ സ്വാമി അതില്? അതെ, ബ്രെയിൻ എക്സ്പാൻഷൻ തന്നെ. അതില് നമുക്ക് ഈ 10,60,000 വർഷം സാധാരണ ഒരാൾ ജീവിക്കണമെങ്കിൽ എത്ര ജന്മം എടുക്കണം? ഓ അങ്ങനെ. 84 ലക്ഷം ജന്മം. 84 lakhs ജന്മം. 84 lakhs. 84 ലക്ഷം ജന്മം. ഇനി അതില് 84 ലക്ഷത്തില് നമുക്ക് 10 ലക്ഷം തന്നെ വരുന്നുണ്ട്. 10,60,000 വർഷമാണ് വരുന്നത്. അപ്പൊ മനുഷ്യ ജന്മം എടുത്ത ശേഷം നമ്മുടെ പരിണാമം എങ്ങനെയാണെന്നാണ് ചോദ്യം. ഡാർവിന്റെ സിദ്ധാന്താണോ സ്വാമിജി ചോദിച്ചേ? ഡാർവിന്റെ സിദ്ധാന്തം നമ്മുടെ അവസാനം മനുഷ്യനായി വന്നു കഴിഞ്ഞല്ല, ഇനി പുറകോട്ട് പോകണ്ടല്ലോ, മുമ്പോട്ട് നമ്മൾ പോകണ്ട. ഇനിയും പരിണാമം ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ അതില്. അതിൽ നിന്ന് ദേവനായി ദൈവമായി. സ്വാമിജി, പർവ്വതങ്ങളായിട്ടും സസ്യജാലങ്ങളായിട്ടും ഒക്കെ അല്ലേ സ്വാമിജി? അതെല്ലാം നേരത്തെ നടന്നത്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് 84 ലക്ഷം ജന്മം വരുന്ന സമയത്ത് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ശൂദ്രനും ബാക്കി നമുക്ക് ഇരിക്കാം. ഒരു മനുഷ്യ ജന്മത്തിൽ നിന്ന് തുടക്കം 10,60,000 വർഷം. 1 ലക്ഷത്തിലൊക്കെ അധികം പ്രാവശ്യം ജനിക്കേണ്ടി വരും. കാരണം വെച്ചാല് ഒരു 50 വർഷം ശരാശരി 60 വർഷം കണക്കാക്കിയതിന് എത്ര വർഷം ജനിക്കണം, എത്ര പ്രാവശ്യം ജനിക്കണം? ശരി, അത് ഓക്കെ. അപ്പം അതിൽ ഞാൻ പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, അപ്പം ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ ബാബാജി പറയുന്ന ഒരു സംഭവം, ബാബാജി ലഹരി മഹാശയനെ ഉപദേശിക്കുന്ന സമയത്ത് അയാളുടെ ഡയറി കുറിപ്പിലാണ് ഈ സംഭവം വരുന്നത്. അപ്പം അത് ഹൂ ഈസ് ശ്യാമശരൺ എന്നൊരു ബുക്കുണ്ട്, അത് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ നല്ലോണം മനസ്സിലാവും. ഹൂ ഈസ് ശ്യാമശരൺ, അതില് ഈ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് എന്നാണ് പറഞ്ഞാൽ. അപ്പം നമ്മുടെ മനുഷ്യനായിട്ട് ജനിക്കുന്ന സമയത്ത് നമുക്ക് തത്വങ്ങൾ കൂടിയാണ് നമ്മൾ ജനിക്കുന്നത്. 24 തത്വം. അപ്പൊ 24 തത്വങ്ങളിൽ ആ ബേസിക് നോളജ് എന്ന് പറയുന്നത് നമ്മൾ ഭൂമി തത്വം എന്ന് പറയും, പൃഥ്വി തത്വം. അപ്പൊ ഈ പൃഥ്വി തത്വത്തിൽ നമുക്ക് എത്ര വർഷം എന്ന് പറഞ്ഞാൽ 2 ലക്ഷം വർഷമാണ് പൃഥ്വി തത്വത്തിലേക്ക് നമ്മൾ ഇരിക്കുന്നത്. എഴുതിക്കൂടാ, പൃഥ്വി തത്വത്തിൽ നമ്മൾ എന്ന് പറഞ്ഞാൽ മൂലാധാര ചക്രയില് നമ്മൾ എത്ര വർഷം ജീവിക്കാണ്? 2 ലക്ഷം വർഷമാണ് മൂലാധാര ചക്രത്തിൽ നമ്മൾ കിടക്കുന്നത്. സാധാരണ മനുഷ്യനായിട്ട് അത് സാധാരണ മനുഷ്യൻ. അപ്പം അത് കഴിഞ്ഞ് അവന്റെ 2 ലക്ഷം വർഷം കഴിഞ്ഞ് അടുത്ത 3-ാമത്തെ ലക്ഷം വർഷത്തിലേക്ക് വരുന്ന മൂന്നാമത്തേതിലേക്ക് വരുമ്പം
സ്വാധിഷ്ഠാന ചക്രത്തിൽ വീണ്ടും 2 ലക്ഷം വർഷം കിടക്കുക. അത് കഴിഞ്ഞ് മണിപൂരകത്തിൽ വരുന്ന സമയത്ത് അവിടെ 2 ലക്ഷം വർഷം. അപ്പൊ ഇതിനനുസരിച്ച് മനസ്സിന്റെ പരിവർത്തനം, മനസ്സിനൊരു പരിവർത്തനമുണ്ട്. ശൂദ്രനിൽ നിന്ന് വൈശ്യനിൽ നിന്ന് അങ്ങനെ പരിവർത്തനമുണ്ട്. അത് ഗീതയിൽ പറയുന്നു ഭഗവാൻ. അപ്പൊ മണിപൂര ചക്രത്തിൽ 2 ലക്ഷം കൊണ്ട് അനാഹത പത്മത്തിൽ വരുന്ന സമയത്ത് അവൻ ദേവനാകും. ദൈവമായില്ല, ദേവനാകും. അവിടെയും 2 ലക്ഷം വർഷമുണ്ട്. അപ്പൊ നിങ്ങളുടെ വന്നിട്ട് ഇപ്പം 2, 2, 4, 6 എന്ന് പറഞ്ഞാൽ 6 ലക്ഷം വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയഗ്രന്ഥിയിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ദേവനായി കഴിയും. സ്വർഗത്തിലേക്ക് വരുന്ന ദേവനായി. അവിടെ ദേവനായിരുന്നാലും നമുക്ക് വിമോചനമൊന്നുമില്ല. നമ്മൾ വീണ്ടും ഭൂമിയിൽ ജനിക്കേണ്ടത്. അപ്പൊ അവിടെ 2 ലക്ഷം വർഷമായി. അത് കഴിഞ്ഞ് വിശുദ്ധിയിൽ വരുന്ന സമയം അവിടെ 2 ലക്ഷം വർഷം. പിന്നെ 60,000. ബാക്കി 60,000 വർഷമാണ്. 60,000 വർഷം. ആ 60,000 വർഷം ആജ്ഞാചക്രതയിലേക്ക് വരുന്ന സമയം പൂർത്തിയാകും. സ്വാമി ഇത് 2 ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനെയാണെന്ന് മനസ്സിലായില്ല. അത് പറഞ്ഞങ്ങനെ ഞാൻ വിട്ടു. ഞാൻ നമ്മുടെ ക്ലാസ്സിൽ വരണം. ഒന്ന് ചോദിച്ചോട്ടെ. ഇതിനിടെ എന്റെ ഒരു മരണം നടന്നു. അപ്പൊ മരണം നടന്നിട്ട് മരിച്ചതിന് ശേഷം ജാതകം നോക്കിയപ്പോ പറഞ്ഞു അയാൾക്ക് ഇനി ജന്മമില്ല, അയാള് ജന്മം കഴിഞ്ഞു പോയി. അത് സത്യമാണ്? ഒരിക്കലും സത്യമില്ല. ശരി. കാരണം അവസാനം ഈ നെറുക പൊട്ടി അല്ലെങ്കിൽ ബോഡിയെ ലൈറ്റാക്കി ജ്യോതിയാക്കി പോകുന്ന ഒരു ആത്മാവിന് മാത്രമേ അത് അറ്റൈൻ ചെയ്യാൻ സാധിക്കൂ. അതിന്റെ പേര് പരാമുക്തി നില, അവസാനത്തെ നില പരാമുക്തി നില. അപ്പം ഇത് ആക്ച്വലി വന്നിട്ട് ഈ പരിണാമത്തിലാണ് ഇതിവിടെ സംഭവിക്കുന്നത്. പരിണാമത്തിൽ നിങ്ങളുടെ എത്രത്തോളം വരുന്ന അത്രത്തോളം ഇതിനെ നമുക്ക് ആ ഹയർ ലെവലിൽ എത്താൻ സാധിക്കും. ശരി, ഇതിൽ നിന്ന് നമുക്ക് ഏറ്റവും പരിണാമം കഴിഞ്ഞിട്ടാണ് ആജ്ഞയെന്ന് മുകളിലേക്ക് പോകുന്നത്. അതെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം, അതാണ് അടുത്ത ചോദ്യം. അപ്പൊ ഇവിടെ ബാബാജി വന്നിട്ട് ഒരു വലിയൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. എന്താണ്? ക്രിയ എന്ന് പറഞ്ഞ ഒരു സംഭവം, യോഗ. ക്രിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ അർജുനന് ഉപദേശിച്ച അതേ സംഭവം തന്നെ ഇവിടെ ബാബാജി കൊടുത്തത്. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? സുഷുമ്ന പാത്തെന്ന് പറയുന്നത് അത് 12 രാശിയാണ്. 12 രാശിയിൽ കൂടെയാണ് എന്താണ് പ്രാണസഞ്ചാരം ചെയ്യേണ്ടത്. അപ്പൊ പ്രാണൻ 12 രാശിയിൽ കൂടി സഞ്ചരിക്കുന്ന സമയം 1 വർഷം നമ്മൾ പിന്നിടും. അതാണ് ക്രിയായോഗയിൽ പറയുന്നത്. ഒരു ക്രിയ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ 12 വർഷം നിങ്ങൾ 12 മാസം, അതായത് 1 വർഷം പിന്നിടുകയാണ് ഒരു ക്രിയയ്ക്ക്. അതുകൊണ്ടാണ് നിങ്ങളുടെ 10,60,000 ക്രിയ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ജന്മം കൊണ്ട് തന്നെ പൂർത്തിയാവും. അതുകൊണ്ടാണ് ഇതിന് സ്പീഡ് എന്ന് പറയുന്നത്. കാരണം ഇത് റോക്കറ്റ് വേ എന്നാണ് ബാബാജിയിൽ പറയുന്നത്. ക്രിയ വന്നിട്ട് ഒരു റോക്കറ്റ് വേ. ക്രിയ റോക്കറ്റ് വേ ആണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ ജന്മം കൊണ്ട് തന്നെ ഒരു 3 വർഷം കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും. ഒരു ക്രിയ 12 മാസം കടന്നു വരുന്നതാണ് ഒരു ക്രിയ. അതായത് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ. 6 എന്ന് പറഞ്ഞാൽ 6 മാസം അവരോഹണം. അതേപോലെ കീഴോട്ട് പ്രാണൻ വരുമ്പോൾ പിന്നെ ആരോഹണവും അവരോഹണം, ഈ 2 സംഭവം വരുന്നു. ദക്ഷിണായനം, ഉത്തരായനം. അങ്ങനെ അത് സൂര്യൻ എന്ന് പറയുന്ന പ്രാണൻ. നമ്മുടെ ജ്യോതിഷത്തിൽ എടുത്തു കഴിഞ്ഞാൽ സൂര്യന് 3-4 അർത്ഥങ്ങൾ കൊടുക്കുന്നു. ഒന്ന് പിതാവ് അല്ലെങ്കിൽ പിതൃകാരകൻ, അടുത്തതെന്താണ് പ്രാണൻ, അടുത്തത് സൂര്യൻ. ഇങ്ങനെ പല പേരുകൾ ജ്യോതിഷത്തിൽ പറയുന്നത്. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞത് പ്രാണനാണ്, ലൈഫ് കറണ്ടാണ് സൂര്യൻ. അത് നല്ലോണം മനസ്സിലാക്കിയത്. അപ്പം ലൈഫ് കറണ്ടാണ് സൂര്യൻ. അപ്പൊ അത് ആരോഹണത്തിലേക്ക് പോകുമ്പോൾ 6 മാസവും അവരോഹണത്തിൽ വരുമ്പോൾ 6 മാസം, അങ്ങനെ 12 മാസം അത് ഒരു ക്രിയയിൽ കൂടി പിന്നിടും. അങ്ങനെയാണ് 1 വർഷം നമ്മുടെ ഇത് വരുന്നത്. അതുകൊണ്ടാണ് പണ്ട് ഋഷീശ്വരന്മാരെല്ലാം 50,000 വർഷം തപസ് ചെയ്തു, 1 കോടി വർഷം തപസ് ചെയ്തു എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഈ സംഭവമാണ്. അല്ലെങ്കിൽ 1 കോടി വർഷം അവർ ജീവിച്ചൊന്നുമില്ല. അവർ 1 കോടി ഈ സാധന ചെയ്തിരിക്കാം. അതിൽ ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാരദൻ, പിന്നെ ഇവിടെ
നമ്മുടെ ഇദ്ദേഹത്തിനടുത്ത് നമ്മുടെ ത്യാഗരാജസ്വാമികളുടെ അടുത്ത് നാരദൻ പ്രത്യക്ഷമായിട്ട് നാരദൻ പറയാണ്, നിനക്ക് ശ്രീരാമനെ ദർശനം കിട്ടണമെങ്കിൽ നീ 1 കോടി രാമനാമം ജപിക്കണമെന്ന് പറയും. അപ്പൊ അങ്ങനെ അദ്ദേഹം 1 കോടി രാമനാമം ജപിച്ച് തീർന്നത് ശ്രീരാമചന്ദ്രൻ പ്രത്യക്ഷമായി എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിനത്രയ്ക്ക് നമ്മുടെ ബ്രെയിൻ എക്സ്പാൻഷൻ ഉണ്ടായി. ആ 1 കോടി ജപം ചെയ്യുന്ന സമയത്ത് ഈ നമ്മളിതാ പറയുന്ന 10,60,000 എന്താണ് വർഷത്തിന്റെ എക്സ്പാൻഷൻ ബ്രെയിനിലുണ്ടായി. അങ്ങനെ ഒരു ക്രിയയിൽ കൂടി നമുക്കിത് സംഭവിക്കും. പിന്നെ ഈ ഫസ്റ്റ് ക്രിയയിൽ കൂടി തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് റിയലൈസേഷൻ അറ്റൈൻ ചെയ്യാൻ സാധിക്കും. എന്നാൽ നിങ്ങളുടെ അങ്ങുഞ്ചൊക്കെ നോക്കാതെ ക്രിയയിൽ മാത്രം മനസ്സുറപ്പിച്ച് അത് മാത്രം മതി എന്ന് പറഞ്ഞ് നിങ്ങളുടെ സാധന ചെയ്ത് വരികയാണെങ്കിൽ 100% നമുക്ക് അവിടെ എത്താൻ സാധിക്കും. പിന്നെ അടുത്തതായിട്ട് പിന്നെ ഈ ക്രിയായോഗയുടെ ഹയർ സ്റ്റേജസ് എന്നുണ്ട്. അതിലും നമുക്കൊന്ന് നിറയെ ക്രിയായോഗയിൽ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അതായത് 144 ക്രിയാ ടെക്നിക്സ് വരെ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ഓരോ ക്രിയ കഴിയുമ്പോൾ ഫസ്റ്റ് ക്രിയ, സെക്കൻഡ് ക്രിയ, തേർഡ് ക്രിയ, ഇങ്ങനെ ഓരോ ക്രിയ കഴിയുമ്പോഴും അതിൻ്റെതായ പരിണാമം സ്പീഡപ്പ് ചെയ്യും. എങ്ങനെ പറഞ്ഞാൽ ഇപ്പം ഫസ്റ്റ് ക്രിയ നിങ്ങൾ ഒരു 144 പ്രാവശ്യം ചെയ്യുന്നത് ഒരു സെക്കൻഡ് ക്രിയ ചെയ്യുന്നതിൻ്റെ ഫലം കിട്ടും. അങ്ങനെ 144 സെക്കൻഡ് ക്രിയ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു തേർഡ് ക്രിയയുടെ ഫലം കിട്ടും. അപ്പൊ 144 തേർഡ് ക്രിയ ചെയ്യുന്ന സമയത്ത് ഒരു ഫോർത്ത് ക്രിയയുടെ ഫലം. ഇങ്ങനെ ആ സ്റ്റെപ്പായിട്ട് ബാബാജി കൊടുക്കുന്നുണ്ട്. അവസാനം അദ്ദേഹം ഗായത്രി ക്രിയ, പൂർണ്ണ ഗായത്രി ക്രിയ, അടുത്തത് അങ്ങനെ സ്റ്റെപ്പായി പോയി. പിന്നെ അടുത്തത് സമ്പൂർണമായ സമ്പൂർണ്ണ ക്രിയ എന്നൊരു ഭാഗമുണ്ട്. ഈ സമ്പൂർണ്ണ ക്രിയ എന്താണ്? അതാണ് ഇനി അവസാനം പഠിപ്പിക്കുന്നത്. സമ്പൂർണ്ണ ക്രിയ അറിയാമെന്നുള്ളത് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ചില ആൾക്കാർ പ്രതീക്ഷ കൊടുത്തിട്ടുണ്ട്. ധ്യാനമായിരിക്കും, ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥയിലേ വരെയായിരിക്കും. ഇല്ല, അങ്ങനെ വരില്ല സ്വാമി. സമ്പൂർണ്ണ ക്രിയയിൽ യഥാർത്ഥ ഭക്തിയോഗം അദ്ദേഹം അവിടെ കൊടുക്കുന്നുണ്ട് ബാബാജി. ഒരു സംശയമുണ്ട് സ്വാമിജി. പറയണം. ഈ 10 ലക്ഷം തവണ നമ്മള് കുണ്ടലിനി കയറി ഇറങ്ങണോ, അതോ ഈ ശ്വാസത്തിന്റെ ആ ക്രിയ മാത്രം മതിയോ? അങ്ങനെ കുണ്ടലിനി കയറി ഇറങ്ങണം. കുണ്ടലിനി കറക്റ്റാ കയറി ഇറങ്ങണം. അതായത് നമ്മുടെ നട്ടലിനകത്ത് ഒരു പ്രഷർ ഇങ്ങനെ കയറി അതുപോലെ കീഴിറങ്ങും. ഫസ്റ്റ് ക്രിയ ചെയ്യുമ്പോൾ നിങ്ങളുടെ നട്ടലിനകത്ത് ഒരു മറ്റേ ഈ പുട്ടുകുറ്റിയിൽ പുട്ട് നമ്മൾ തള്ളുന്നില്ല, അതുപോലെ ഒരു ഫീലിങ്സ് നമുക്ക് നട്ടലിനകത്ത് ഉണ്ടാകും. ശ്വാസം മുകളിലോട്ട് പോകുന്നതനുസരിച്ച് ഇങ്ങനെ ആ പ്രഷർ വരും, അന്ന് നേരെ ആജ്ഞയിൽ വരും. അതാണ് ഒരു ക്രിയ. സ്വാമി, ഒരു സംശയമുണ്ട്. നമ്മൾ ഈ ക്രിയ ചെയ്ത് ഈ പ്രഷറിന്റെ മുകളിലത്തും തലയിൽ ഒരു തരിപ്പ് അനുഭവപ്പെടുന്നത് അത് കറക്റ്റായിട്ട് ചെയ്യുന്നോണ്ടാണ്? തീർച്ചയായും തലയിൽ ഈ തരിപ്പൊക്കെ വരും. കാരണം എന്ന് പറഞ്ഞാൽ തലയ്ക്കകത്ത് നിറയെ കഫം എല്ലാം ഉണ്ട്. ഈ പ്രാണൻ ശിരസിലേക്ക് വരുന്ന സമയത്ത് ആ കഫത്തിന്റെ ആ ചില ഞരമ്പുകളിലെല്ലാം ഈ പ്രഷർ കൊടുക്കും. അപ്പോൾ നമുക്ക് ആ പെയിൻ ഉണ്ടാകും. അതൊക്കെ മാറും. സമ്പൂർണ്ണ ക്രിയ മുഴുവനാക്കിയില്ല സ്വാമിജി. സമ്പൂർണ്ണ ക്രിയ വന്നിട്ട് ഇപ്പോഴേ അതിന്റെ ഇതിൽ വരില്ല. നിങ്ങളുടെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എല്ലാം കഴിഞ്ഞ ശേഷമേ സമ്പൂർണ്ണ ക്രിയയിലേക്ക് വരുള്ളൂ. എന്നാലും സമ്പൂർണ്ണ ക്രിയയിൽ വരുമ്പോഴാണ് അവിടെ യോഗം, ജ്ഞാനം, ഭക്തി ഈ 3 നമുക്ക് അവിടെ കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ ബാബാജി ഇപ്പോഴെന്താണ്, ഇപ്പൊ ഫസ്റ്റ് ക്രിയയിൽ കൂടി നിങ്ങൾ പ്രിപ്പയർഡ് ആകുക. കാരണം ഭഗവാൻ കൃഷ്ണനും ഗീതയിൽ എന്ത് പറഞ്ഞോ അതേ സംഭവം തന്നെ ബാബാജി ഇവിടെ കൊണ്ടുവരും. ആദ്യം എന്താണ് പറഞ്ഞ കർമ്മയോഗം, അതിനാണ് ക്രിയ എന്ന് ബാബാജി പറഞ്ഞു. അടുത്ത എന്ത് പറയുന്നു, സാങ്ഖ്യയോഗം പറയും. സാങ്ഖ്യയോഗത്തിലാണ് മെഡിറ്റേഷൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ അടുത്തത് വന്നത് രാജവിദ്യ രാജഗുഹ്യ യോഗം എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ വരും. അത് ഈ ആത്മീയത്തിന്റെ ആ അനുഭവത്തിന്റെയും എല്ലാം ഒരു ഹയസ്റ്റ് നോളജിനാണ് അദ്ദേഹം അവിടെ കൊടുക്കുന്നത്. പിന്നെ അത് ജ്ഞാനവിജ്ഞാന യോഗം ആ ഒരു ഭാഗം വരുന്നു. അപ്പൊ അറിവിനെ കുറിച്ച് കൊടുക്കുന്നു. ഈ അറിവെല്ലാം വന്നതിന് ശേഷമാണ് യഥാർത്ഥ ഭക്തി നമുക്ക് വരുന്നത്. അപ്പോഴാണ് അവസാനം ഇത് അർജുനന് സംശയം എന്ന് ചോദിക്കുകയാണ്. അത് സംശയമല്ല,
ഒരു സാധകന്റെ ഒരു ഹയസ്റ്റ് ലെവലിൽ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ചെറിയ ഒരു ധാരണ, അതിനാണ് സംശയം എന്ന് പറയുന്നത്. അപ്പൊ അതില് അദ്ദേഹം ഒരു ചോദിക്കുന്നുണ്ട്, ഭഗവാനെ അങ്ങ് ആരാണ്, അങ്ങേ ഞാൻ എങ്ങനെ പൂജിക്കണം? അവിടെയാണ് യഥാർത്ഥ പോയിന്റ്. അങ്ങ് ആരാണ്? ഇപ്പോഴാണ് അദ്ദേഹം വിശ്വരൂപം കാണിക്കുകയും ഈ പ്രപഞ്ചത്തിൽ ഓരോ മഹത്തത്വങ്ങളെയെല്ലാം അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അത് അദ്ദേഹത്തിന്റെ വിഭൂതികൾ അദ്ദേഹം വെളിപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയുന്നു, അങ്ങനെ എങ്ങനെ പൂജിക്കണം എന്നാണ് ചോദ്യം. ഏറ്റവും പ്രിയനായ ഭക്തൻ, അതിനാണ് അവിടെ പ്രാധാന്യം കൊടുത്തത്. ഏറ്റവും പ്രിയനായ ഭക്തൻ, എനിക്ക് വേറെ ഒന്നും പൂജിക്കേണ്ട ആവശ്യമില്ല. നിന്റെ ഹൃദയം, ഏറ്റവും വലിയ പ്രേമം, ഏറ്റവും വലിയ സ്നേഹം, അതോടൊപ്പം നീ എന്ത് ചെയ്യണം? ആ സ്നേഹത്തോടു കൂടി നീ എന്ത് തന്നാലും ഞാൻ സ്വീകരിക്കും. അത് ലാസ്റ്റിൽ കൊടുക്കുന്ന സംഭവം. ഇതിലാണ് നമ്മുടെ പൂർണ്ണക്രിയയിൽ, അതായത് ഗായത്രി ക്രിയകളെല്ലാം കഴിഞ്ഞ് പൂർണ്ണക്രിയയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ. ശരി, ഇനി അടുത്തതായിട്ട് ഭക്തി യോഗത്തിനെ കുറിച്ച് ഞാൻ ഒരു ചോദ്യം. കാരണം നമ്മുടെ പൂർണ്ണക്രിയയിലേക്ക് വരികയാണ്, വന്നോണ്ട് ഭക്തി യോഗത്തിലേക്ക് വരികയാണ്. ഭക്തി യോഗത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണ്? എന്നിട്ട് നമുക്ക് ഭക്തി യോഗം തുടങ്ങാം. പൂർണ്ണമായ സറണ്ടറായിട്ട് ഒന്ന്, പൂർണ്ണമായ സറണ്ടർ, പരപ്രേമത്തിലേക്ക് വരുന്നത് ഭക്തി. ഓക്കെ, അതിനെ എങ്ങനെ നമ്മൾ ശരണാഗതി ചെയ്യാം? ശരണാഗതി. അപ്പം എങ്ങനെ നമ്മൾ ഉപാസിക്കാം? അതാണ് അടുത്ത ചോദ്യം. നിഷ്കാമമായിട്ട് നമ്മൾ ഭഗവാനെ വിചാരിച്ചാലും പോരെ? നിഷ്കാമമായിട്ട്, അതായത് ഒന്നും പ്രതീക്ഷിക്കാതെ, അത് പ്രതീക്ഷയില്ലാത്ത ഭക്തി, അതാണ് ഏറ്റവും പറ്റുക. അതേസമയം നമ്മുടെ ഇവിടെ ഇതിനൊരു എങ്ങനെ ഉപാസിക്കണം എന്നുള്ള ഒരു ടെക്നിക് ഫാം ചെയ്യുന്നുണ്ട്. അതിനാണ് ഞാൻ ചോദിക്കുന്നത്. നാരദ ഭക്തി സൂത്രം അപ്പോഴാണ് വരുന്നത്. നമ്മൾ അതിനൊരു ടെക്നിക്ക് നമ്മൾ ഫാം ചെയ്യുന്നു. കാരണം നിങ്ങളുടെ സുഷുമ്നാ നാഡി കംപ്ലീറ്റ് ഓപ്പണായി, എന്നിട്ട് നിങ്ങളുടെ 10,60,000 ക്രിയയിലേക്ക് കൂടി നമ്മുടെ ബ്രെയിൻ എക്സ്പാൻഷൻ ആയി കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്? ഈശ്വരനുമായിട്ടുള്ള താതാത്മ്യം പ്രാപിക്കലാണ്. അവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ഗുണം. അപ്പൊ ഈശ്വരനുമായിട്ടുള്ള താതാത്മ്യം പ്രാപിക്കുമ്പോൾ ഈശ്വരൻ 2 ഭാവത്തിലാണ് നിൽക്കുന്നത്. ഒന്ന് സഗുണഭാവത്തിൽ നിൽക്കുന്നുണ്ട്, ഒന്ന് നിർഗുണഭാവത്തിൽ നിൽക്കുന്നു. അപ്പൊ നമുക്ക് നിർഗുണഭാവത്തിൽ കൂടിയാണ് നമ്മൾ ഇതുവരേക്കും ക്രിയായോഗമൊക്കെ ചെയ്ത് ഒരു ടോപ്പിൽ നമ്മൾ കൊണ്ടെത്തിച്ചത്. എത്തിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും സഗുണഭാവത്തിലേക്ക് തിരിച്ചു വരും. അവിടെ തിരിച്ചു വരാൻ തന്നെ കാരണം പരപ്രേമത്തിൽ കൂടിയാണ് ഈശ്വരനെ നമ്മൾ അറ്റൈൻ ചെയ്യേണ്ടത്. പരപ്രേമം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സർവ്വതും ഈശ്വരനാണെന്നുള്ള അനുഭൂതിയിലേക്ക് നമ്മളെ കൊണ്ടുവരും. കാരണം നമ്മളുടെ സ്പന്ദനങ്ങൾ എല്ലാ ജീവരാശികളിലും എത്തിക്കാനാണ് ഈ സംഭവം ബാബാജി കൊടുക്കുന്നത്. ബാബാജി എന്നല്ല, ഭഗവാൻ കൃഷ്ണൻ കൊടുക്കുന്നത്. ഇവിടെ ബാബാജി എടുക്കണ്ട, ഭഗവാൻ കൃഷ്ണനെ തന്നെ എടുക്കണം. അപ്പം അതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു കാലം നിങ്ങളുടെ യോഗി ആയാൽ പോലും, ഭഗവാൻ കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, യോഗി ആയാൽ പോലും വീണ്ടും നിങ്ങളുടെ ജനിച്ച് ഭക്തിയുടെ ഭാവം നിങ്ങളുടെ ഉൾക്കൊള്ളേണ്ടി വരും എന്ന് ഒരു ചാപ്റ്ററിൽ അദ്ദേഹം കൊടുക്കും. അത് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, പിന്നെ ഗീതയിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, പിന്നെ വ്യാസൻ എഴുതിയിട്ടുള്ള പല പുരാണങ്ങളിലും ഈ സംഭവത്തിനെ കുറിച്ച് പറയുന്നു. അപ്പൊ നമ്മുടെ യോഗാരുടനായി യോഗയുടെ ക്ലൈമാക്സിലെത്തി നമ്മുടെ ആ ബ്രെയിൻ എക്സ്പാൻഷൻ എല്ലാം പൂർണ്ണമായി 10,60,000 അത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. അതിന് അടുത്ത സ്റ്റേജ് വരുന്നത് നിങ്ങളുടെ ഉൾക്കൊള്ളുന്ന ഭാവത്തിലാണ്. അല്ലെങ്കിൽ നമ്മുടെ ഈ എനർജി നഷ്ടപ്പെട്ടു. ഇന്ന് കാണുന്ന നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന ക്ഷേത്രങ്ങളെല്ലാം ഫാം ചെയ്തത് മഹാസിദ്ധന്മാരുടെ ക്ഷേത്രങ്ങളാണ്. സിദ്ധന്മാരാണ് ഈ ഭാവം അവർ കൊണ്ടുവരുന്നത്. കാരണം എന്തുകൊണ്ട് ഈ ഭാവം കൊണ്ടുവരുന്നു, എന്തിനാണ് ഇത് ഉപാസിക്കുന്നത് എല്ലാം എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്ത പഠിക്കേണ്ടത്. ശരി, ഇതിനുള്ള നിങ്ങളുടെ ഒരു ചോദ്യം, എന്തെങ്കിലും ചോദ്യം പറയാം. സ്വാമി, ഇത് ജ്ഞാനേശ്വരി പറഞ്ഞുകൊണ്ടാണ്. ജ്ഞാനേശ്വരിയിൽ പറയുന്നത് ഈ ഗീത ഒരിക്കലും ഭാരതത്തിന്റെ ഭാഗമായിരുന്നില്ല, മഹാഭാരതത്തിന്റെ ഭാഗമായിരുന്നില്ല. അത് പിന്നെ 4ാമത്തെ വേർഷനിൽ ആഡ് ചെയ്തതാണ്. അപ്പോ ശരിക്കും എപ്പോഴായിരിക്കും ഭഗവാൻ അർജുനോട് പറഞ്ഞിരിക്കുക? കാരണം എന്തായാലും ഈ 400 അല്ല 800 എത്രയോ ശ്ലോകങ്ങൾ ആ 1 മണിക്കൂർ കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ മിക്കവാറും അത് അപ്പൊ അത് എപ്പോഴായിരിക്കും നടന്നിരിക്കുന്നത്?
അതായത് നമ്മുടെ ആദ്യത്തെ വ്യാസൻ മഹാഭാരതം എഴുതിയതിന് ശേഷം പിന്നെ വരുന്ന വ്യാസന്മാരാണ് ഇതിനെ കൂട്ടിച്ചേർത്തത്. അതെ. അത് ഇതിൽ സംഭവം എന്ന് പറഞ്ഞാൽ ഭാഗവത്തിൽ പറയുന്ന ഒരു ചെറിയ ഒരു സംഭവത്തിനെയാണ് ആ സ്പിരിച്വലിന്റെ ഹയർ ലെവലിലേക്ക് കൊണ്ടുവന്ന് ഈ ഗീതയിലേക്ക് കൊണ്ടുവരുന്നത്. അത് ഇപ്പം 4ാമത്തെ വ്യാസനാണ് ഇത് കൊണ്ടുവരുന്നതെന്നാണ് ഒരു ചരിത്രം പറയുന്നത്. വ്യാസന്മാർ. അതെ. അതുപോലെ ഈ അഗസ്ത്യന്മാർ എന്ന് പറഞ്ഞത് ഒരു അഗസ്ത്യനല്ല, പല അഗസ്ത്യന്മാരിവിടെ ഉണ്ടായത്. ഈ അഗസ്ത്യർ എന്ന് പറയുന്ന ഒരു നമ്മുടെ ഇവിടെ കൊടുക്കുന്ന ഒരു പട്ടമാണ്. ആ പട്ടം പലർക്കും അതെ നമ്മുടെ ഇപ്പോൾ IAS എന്നുള്ളത് കൊടുക്കുന്ന പോലെയാണ് പണ്ട് കാലങ്ങളിൽ പട്ടം കൊടുത്തിട്ടുള്ളത്. അഗസ്ത്യാർ പട്ടം, അത് കഴിഞ്ഞ് അല്ലെങ്കിൽ പിന്നെ മൂലർ പട്ടം, പിന്നെ അതുപോലെ തന്നെ വ്യാസപട്ടം, ഇങ്ങനെ പട്ടന്മാർ ഈ ഇതുകൊണ്ട് ഉണ്ടായിരുന്നു. സ്വാമി, ഈ ഫിസിക്കൽ ഐഡന്റിറ്റി ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണോ ഈ ഭക്തി യോഗ ചെയ്യുന്നത്? ഫിസിക്കൽ ഐഡന്റിറ്റി ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണോ ഭക്തി യോഗ ചെയ്യുന്നത്? അതാ ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾ എന്താണ് മീൻ ചെയ്യുന്നത് അതിനെ? എന്നുവെച്ചാൽ ഇപ്പൊ ഞാൻ എന്നുള്ളൊരു ചിന്ത ഇപ്പൊ അതെ, അതായത് നിങ്ങളുടെ അത്രയും ഹൈ ലെവൽ യോഗ ചെയ്തിട്ടും നിങ്ങളുടെ ഈഗോ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അപ്പൊ ആ ഈഗോയെ കംപ്ലീറ്റ് ആയിട്ട് ദൂരെ കളയാനാണ് നമുക്ക് വന്ന് സറണ്ടർ ആയിരിക്കുന്ന ഭക്തിയിലേക്ക് വരുന്നത്. എല്ലാം ത്വമേവ എന്നുള്ള വേർഡ്സിലേക്ക് നമ്മൾ വരും. അപ്പൊ ഞാൻ ഈ അഹംഭക്തിയിലേക്ക് വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അതെ. അപ്പൊ ഭക്തി യോഗയിൽ ഞാനൊരു മൂർത്തിനെ ആരാധിക്കുന്നു വിചാരിക്കാം. അതായത് ഇപ്പം ഇവിടെ വന്നിട്ട് നിങ്ങളുടെ മൂർത്തി എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങളുടെ തന്നെ ആരാധിക്കുന്നു എന്നുള്ള ഫീലിംഗ് കൊണ്ടുവരണം. നിങ്ങൾ ഒരിക്കലും മൂർത്തി. അതിന് ഉദാഹരണം ശ്രീരാമചന്ദ്രന്റെ കാലത്ത് ഹനുമാൻ ശ്രീരാമനെ ധ്യാനിക്കാൻ. അപ്പൊ ശ്രീരാമനെ അങ്ങനെ ധ്യാനിച്ച് പുള്ളി ആ ഹൈ ലെവലിരിക്കുന്നു. ശരിക്ക് ഹനുമാൻ രാമന്റെ ഭക്തനാണ്, എല്ലാം ഓക്കെയാണ്. അപ്പം ഒരിക്കൽ ഈ രാമനും ഹനുമാനും കൂടെ യുദ്ധം ചെയ്യേണ്ടി ഒരു സമയം ഉണ്ടായിരുന്നു. അത് രാമായണത്തിൽ തന്നെ ഉണ്ട്. അപ്പം രാമൻ അയക്കുന്ന ബാണമെല്ലാം ഹനുമാന്റെ നെഞ്ചിൽപ്പെട്ട് പൂമാലയായിട്ടാണ് അദ്ദേഹത്തിന്റെ തലയിൽ കൂടെ വീഴുന്നത്. അപ്പം ഇദ്ദേഹത്തിന് ചോദിക്കും, കാരണം എന്റെ ബാണത്തിനെ തടുക്കാൻ നിന്നിൽ ഏതാണ് ശക്തി ഉള്ളതെന്ന് ശ്രീരാമൻ ചോദിക്കുകയാണ്. ആ സമയത്താണ് ഹനുമാൻ നെഞ്ചു വളർന്ന് കാണിക്കുന്നത്. അകത്ത് ഒരു ശ്രീരാമനും സീതയുമാണ്. അപ്പൊ അതിന്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ, വ്യക്തിഭാവത്തിൽ ഇരിക്കുന്ന വസ്തുവിനെ തന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്റെ ആത്മഭാവത്തിലേക്ക് മാറുന്നു. ആത്മാവ് തന്നെ പിന്നെ ആ വ്യക്തിയായിട്ട് മാറുക. അപ്പൊ അതുകൊണ്ട് പരാഭക്തി എന്ന് വരുമ്പോൾ വെളിയിലുള്ള മൂർത്തിയിൽ നമ്മൾ ധരിക്കരുത്. ആ മൂർത്തിയെ നിങ്ങൾ എടുത്താലും നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആത്മസ്വരൂപത്തിനെയാണ് ഈ ഭാവത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഭാവതലത്തിൽ വരുന്ന ഭഗവാന് എന്നിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും ക്യാരക്ടറുകൾ അഫക്റ്റഡ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിലുള്ള അതായത് നിങ്ങളുടെ അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ യമനിയമങ്ങൾ പാലിക്കണം എന്ന് പറയാൻ കാരണം. നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങളുടെ കുറച്ച് നിങ്ങളുടെ യമനിയമത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ ഭാവത്തിൽ വരുന്ന ഈശ്വരന് അതേ ഗുണങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഈശ്വരൻ നിന്ന് എന്റെ ഈ ക്യാരക്ടറുകളെല്ലാം മുക്തിയിലേക്ക് പോകുന്നെങ്കിൽ ഈശ്വരനും ഞാനും ഒന്നാവേണ്ടി വരില്ലേ? അത് ലാസ്റ്റിലാണ് അത് ഒന്നാവുന്നത്. അതിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്ത് സംഭവിക്കുന്നു, ഇപ്പം നമ്മുടെ ക്രിയായോഗയുടെ ഗുണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു മെച്വർ മൈൻഡിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. ആ മെച്വർ മൈൻഡ് എന്ന് പറഞ്ഞാൽ നിർഗുണ ബ്രഹ്മം എന്ന് പറയും, നിർഗുണ അവസ്ഥ എന്ന് പറയും, മനസ്സില്ലാത്ത ഒരു മനസ്സ്. ഈ നിർഗുണ അവസ്ഥയിൽ കൊണ്ടാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്, ബ്രഹ്മത്തിലെ അതായത് പരാപ്രേമത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ കൊണ്ടുവരുന്ന സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മൂർത്തി ഭാവത്തിലേക്ക് നിങ്ങളുടെ ഫാമിലേക്ക് കൊണ്ടുവരും. അതിന് ഉദാഹരണം തന്നെ രാമകൃഷ്ണ പരമഹംസൻ പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മുടെ ഈ വെള്ളം തന്നെ, വെള്ളത്തിന് നിങ്ങളുടെ തണുപ്പിച്ചു കഴിഞ്ഞാൽ ഐസാവും. അതേസമയത്ത് അതിനെ ചൂടാക്കി കഴിഞ്ഞാൽ അത് നീരാവിയായിട്ട് മാറും. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ നമ്മൾ തണുപ്പിക്കുന്ന സമയത്താണ് വിഗ്രഹഭാവത്തിലേക്ക് അത് മനസ്സ് വരുന്നത്. ആ വിഗ്രഹഭാവത്തിലിരിക്കുന്ന മനസ്സിനുള്ള ഗുണം എന്ന് പറയുന്നത് പൂർണ്ണ സത്വാതീതമായിരിക്കുന്ന ഗുണമായിരിക്കും. കാരണം ത്വമേവ എന്നുള്ള ഒരു വാക്കാണ് നമ്മളവിടെ, എല്ലാം ഭഗവാന് അംഗാണ് എല്ലാം. മറ്റേ അതേ സമയത്ത് നമ്മുടെ ജ്ഞാനത്തിലേക്ക് വരുമ്പോൾ അഹം എന്നുള്ള വസ്തുവിലേക്ക് വരികയാണ്. അഹംഭക്തി എന്ന് പറയും, അഹത്തിലേക്ക് വരികയാണ്. എല്ലാം ഞാൻ തന്നെ, ഐ ആം ദാറ്റ് എന്നുള്ള ഭാവത്തിലേക്ക് വരികയാണ്. എന്നാൽ ഐ ആം ദാറ്റ് എന്നുള്ള ഭാവത്തിൽ വരുമ്പോഴും അവിടെ രാമകൃഷ്ണ പരമഹംസൻ പറയുന്നത് തീർച്ചയായും നിങ്ങൾക്ക് അവിടെ മായ ഉണ്ട്. എന്തുകൊണ്ട് മായ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈഗോ അവിടെ പ്രൊജക്ട് ചെയ്യുകയാണ്.
ഞാൻ തന്നെ ബ്രഹ്മം എന്നുള്ള ഈഗോ പ്രൊജക്റ്റ് ചെയ്യാണ്. കാരണം ഈ ബ്രഹ്മത്തിനെ അനുഭവിക്കലാണ് വേണ്ടത്, അല്ലാതെ വന്നിട്ട് അതിൽ നിന്ന് നമ്മൾ വന്നിട്ട് ഞാൻ ബ്രഹ്മം എന്നുള്ള ഒരു മോടി പിടിപ്പിക്കലല്ല വേണ്ടതെന്നാണ് ഭഗവാൻ രാമകൃഷ്ണ പരമഹംസൻ പറയുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ മനസ്സിനെ കൊണ്ടുവരണം. അപ്പൊ അത് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ തീർച്ചയായും ഭക്തിക്ക് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അതാണ് നാരദ ഭക്തി സൂത്രത്തിൽ അദ്ദേഹം പറയുന്നത്. കാരണം നിങ്ങൾ ടോട്ടലി സറണ്ടർ ആയില്ല അവിടെ. കാരണം ജ്ഞാനത്തിലേക്ക് വരുമ്പോൾ ഞാൻ അത് നേടി, ഞാൻ ഇത് നേടി, എന്നിലാണ്, ഞാൻ ബ്രഹ്മമാണെന്നുള്ള ഒരു ഈഗോ ഫോം ചെയ്തുകൊണ്ട് നമ്മളിരിക്കും. ആ ഈഗോ വന്നിട്ട് നല്ലതുമാകാം, ചിലപ്പം കെട്ടതുമാകാം. അതിന് ഉദാഹരണം നമ്മുടെ ശങ്കരാചാര്യർ തന്നെ. ശങ്കരാചാര്യർ അവസാനം ദേവിയിലേക്ക് ഭാവത്തിലേക്ക് വരാൻ തന്നെ കാരണം എന്ത്? അദ്ദേഹത്തിന് ഒന്നിലും തൃപ്തിയായില്ല, പൂർണ്ണത ഉണ്ടായില്ല. പൂർണ്ണത ഇല്ലാതെ വരുന്ന സമയത്താണ് അദ്ദേഹം സൗന്ദര്യലഹരി എഴുതുന്നതും ദേവിയിലേക്ക് അദ്ദേഹം വരുന്നത്. അപ്പം നമ്മുടെ ഉള്ളില് നമ്മുടെ മനസ്സിന് വന്നിട്ട് സറണ്ടർ ചെയ്യാനുള്ള ഒരു ഭാവം നമുക്ക് വന്നില്ല എങ്കിൽ നമ്മുടെ ഇവിടെ ചെയ്യുന്ന യോഗയും ഇവിടെ ചെയ്യുന്ന മറ്റുള്ള കർമ്മങ്ങളും എല്ലാം വെറും വേസ്റ്റാണ്. അതിനാണ് ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തത്. ഗുരുജി ഒരു സംശയം, ഈ നിർവികൽപ്പ സമാധി നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യജന്മം എടുക്കണ്ട, പിന്നെ ഹിരണ്യലോകത്ത് പോകാമെന്നല്ലേ പറഞ്ഞില്ലേ? അത് നിർവികൽപ്പ സമാധി നമുക്ക് അറ്റൈൻ ചെയ്തു. എന്നാൽ ഈ അതിനും അപ്പുറമായിട്ടുള്ള സ്റ്റേജസ് ഇനിയും ഉണ്ട്. അപ്പൊ നമ്മൾ സാധാരണ ഒരു സ്റ്റേജിൽ വരുമ്പോൾ നമ്മുടെ തുര്യാതീതം ഈ സ്റ്റേജിലേ നമ്മൾ വരുള്ളൂ. അതിനപ്പുറമായ സ്റ്റേജുകൾ നമുക്ക് തുര്യാതീതമുണ്ട്, പരതുര്യമുണ്ട്, ശിവതുര്യമുണ്ട്. അങ്ങനെ ആ ലെവലിലേക്ക് അത് പോവുകയാണ്. അപ്പം അതുകൊണ്ട് നിർവികൽപ്പ സമാധി മാത്രം നമുക്ക് പൂർണ്ണത അല്ല. എന്നാൽ നിർവികൽപ്പ സമാധി ഒന്നും കിട്ടാത്തവർക്ക് നല്ലതാണ്. അപ്പോഴാണ് പറയുന്നത്. അല്ല, പക്ഷെ അത് എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് മനുഷ്യജന്മം എടുക്കണ്ടെന്നല്ലേ? അത് കഴിഞ്ഞാൽ എടുക്കണ്ട. എടുക്കേണ്ട. ഇപ്പൊ ഒരു രാമകൃഷ്ണ നിർവികൽപ്പ സമാധി അറ്റൻഡ് ചെയ്ത സോളാണല്ലോ. അതേ പിന്നെ എന്തിനാണ് ഞാൻ വീണ്ടും ജനിക്കൂ എന്ന് പറയാൻ കാരണം? അതിന് ആൻസർ പറ. അല്ല, പക്ഷെ യുക്തേശ്വർഗിരി അവിടെ ഹിരണ്യലോകത്തൊക്കെ യുക്തേശ്വരഗിരിക്ക് അവിടെ പോയി എന്നിട്ട് അങ്ങനെ അവിടെ ജോലി ചെയ്തിരിക്കും. ഇപ്പോഴും വീണ്ടും സാധനം ചെയ്യാണ് അവിടെ. മറ്റുള്ളവരെ സാധനം പഠിപ്പിക്കുന്നുണ്ട്, വീണ്ടും സാധനം ചെയ്യിക്കുകയാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് യോഗാനന്ദന്റെ അടുത്ത്, എനിക്ക് അവിടെ ഡ്യൂട്ടി തന്നിരിക്കുകയാണ് ഈശ്വരൻ. അടുത്ത ചോദ്യം. ചോദിക്കും സ്വാമി. സ്വാമി, സത്യത്തില് ദൈവം എന്തിനാ ഇതൊക്കെ ഉണ്ടാക്കിയത്? ദൈവം ഉണ്ടാക്കിയതല്ലോ. ദൈവം ഉണ്ടാക്കിയതല്ല. കാരണം നിങ്ങളുടെ കാട്ടിക്കൂട്ടിയ ഒരു പ്രശ്നമാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത്. അതെ, നിങ്ങളുടെ ആ ബ്രഹ്മത്തിലിരിക്കുന്ന സമയം, ആ ശൂന്യാവസ്ഥയിൽ നിങ്ങളുടെ ബ്രഹ്മത്തിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്പന്ദനവും അവിടെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ തിരിച്ചു വരുന്ന സമയത്താണ് ഓരോ സ്പന്ദനങ്ങൾ ഫാം ചെയ്യുന്നു. ആ സ്പന്ദനങ്ങൾ കൂടി 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 84 ലക്ഷം ജന്മത്തിലേക്ക് നമ്മൾ വരും. അത് നമ്മളല്ലേ ഉണ്ടാക്കി വെച്ചത്. ദൈവത്തിന് അവിടെ ഒരു ജോലിയില്ലല്ലോ. അടുത്ത ചോദ്യം സ്വാമി. ഗുരുജി നമസ്കാരം. ഓ നമസ്തേ, പ്രണാം. ഗുരുജി, സ്പന്ദനങ്ങൾ കൂടുന്തോറും ഓരോ ലോകങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നല്ലേ? ഓരോ വൈബ്രേഷൻ ലോകങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. ഓ ശരി. സ്പന്ദനങ്ങൾ കുറയും തോറും, അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ കുറയുന്ന അനുസരിച്ച് നിങ്ങളുടെ കൂടുതൽ രക്ഷപ്പെടും. ശരി സർ. അതുകൊണ്ട് സ്പന്ദനങ്ങൾ എന്താണെന്ന് നിങ്ങളുടെ ഫീൽ ചെയ്യുന്നത് നമ്മുടെ ആഗ്രഹങ്ങളാണ് സ്പന്ദനങ്ങളായിട്ട്. കാരണം സൃഷ്ടിയുടെ രഹസ്യം എന്താണ്? ആഗ്രഹമാണ് സൃഷ്ടിയുടെ രഹസ്യം. സ്വാമി, ഇപ്പൊ ആഗ്രഹങ്ങളൊന്നുമില്ല, പക്ഷെങ്കില് പിന്നെ എന്താ പറയാ, ഈ അപ്പൊ അത് എന്താ അവസ്ഥ? അതെനിക്കറിയില്ല എന്താ അതിന് പറയാന്ന്. പുതിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല എന്ന് പറയാം. എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇങ്ങനെ അങ്ങ് പോവാന്നുള്ള അതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പൊ അത് ആഗ്രഹങ്ങൾ ഇല്ലാത്ത ഒരു അവസ്ഥയാണോ? അത് ഇപ്പോഴത്തെ ഒരവസ്ഥ എന്ന് പറയാം.
നമുക്ക് കാരണം ഒന്നിനും സാധിക്കാത്ത വരുന്ന ഒരവസ്ഥ. എന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ള സ്പന്ദനങ്ങൾ സ്പഷ്ടമായിട്ട് നടന്നുകൊണ്ടേയിരിക്കും. ഒന്ന് വിശദീകരിക്കാമോ? എന്താ അതിന്റെ അർത്ഥം? അതായത് നിങ്ങൾക്ക് ഓരോ ശ്വാസം വന്നും പോകുന്നതനുസരിച്ച്, ഒരു ശ്വാസം ഉള്ളിൽ വന്ന് വെളിയിൽ പോകുന്നതനുസരിച്ച് ഓരോ സ്പന്ദനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ 21,600 ശ്വാസത്തിൽ 21,600 സ്പന്ദനങ്ങളാണ് ജീവനിൽ ഉണ്ടാകുന്നത്. അപ്പൊ ഇത് കുറയ്ക്കലാണ് യോഗിയുടെ അവസ്ഥ. ഇതിനെ കുറച്ചെടുക്കുക. അതിനാണ് ഇവിടെ നമ്മുടെ ഹഠയോഗം പ്രാക്ടീസ് ചെയ്യുന്നത്, ക്രിയായോഗം പ്രാക്ടീസ് ചെയ്യുന്നത്, ഭക്തിയോഗത്തിലേക്ക് വരുന്നത്. ഇങ്ങനെ പല യോഗ, ഇവിടെ ഈ ഭൂമിയിൽ കാണുന്ന ഏത് യോഗ ടെക്നിക്സും ഈ ഒരു സംഭവത്തിനെ ഇല്ലാതെയാക്കാൻ. അങ്ങനെ 21,600 ശ്വാസത്തിനെ കുറച്ച് 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 നിങ്ങളുടെ ദിവസം ഒരു ശ്വാസത്തിൽ നിൽക്കണം. അപ്പൊ ഒരു സ്പന്ദനമായിട്ട് വരാം. ഒരു സ്പന്ദനം വരുമ്പോഴേ നിങ്ങളുടെ സമാധി അറ്റൈൻ ചെയ്തത്. അവനെയാണ് വിദേഹമുക്തൻ എന്ന് പറയുന്നത്. അപ്പൊ സ്വാമി ഇപ്പൊ സ്വാമിയൊക്കെ ഒരു ശ്വാസം ശ്വസിക്കുന്നുള്ളൂ? ഇല്ല, എനിക്ക് എന്നെ അങ്ങനെ എടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ വെറുതെ പോയി ഇരിക്കാൻ പറഞ്ഞാൽ ആൾക്കാർ പിടിയില്ല. ഓരോരുത്തരെ ഫോൺ വിളിച്ച് സ്വാമി അത് ചെയ്തതാ, സ്വാമി ഇത് ചെയ്തതാ, അങ്ങനെ ചെയ്ത. അപ്പൊ നമ്മുടെ ഫീലിങ്സ് വന്നിട്ട് അവരുടെ ഫീലിങ്സ് എല്ലാം നമ്മൾ ഏറ്റുപിടിക്കേണ്ടി വരും. അപ്പൊ സ്പന്ദനങ്ങൾ നമുക്ക് വീണ്ടും കൂടുകയല്ലേ. അപ്പൊ ജീവസ്പന്ദനം കൂടുന്നതനുസരിച്ച് നമുക്ക് വീണ്ടും നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇവിടെ വരുന്ന 115 പേർക്ക് നമ്മുടെ ക്ലാസ് കൊടുക്കുകയും എല്ലാം ചെയ്യല്ലേ. അപ്പൊ നമ്മുടെ സ്പന്ദനങ്ങൾ എത്ര ലെവലിൽ അത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്ക്. അല്ല അപ്പൊ സ്വാമി ഒരു ശ്വാസം എടുക്കുന്ന സമയത്ത് നമുക്ക് വേറൊരു പ്രവർത്തനം ചെയ്യാൻ പറ്റില്ല, അങ്ങനെയാണോ? വെറുതെ അത് നാച്ചുറൽ. നിങ്ങളുടെ വരുന്ന സമയത്ത് വിദേഹന്മാർക്ക് ഒരു ഈ സ്പന്ദനം ഒന്നിലേക്ക് മാറും. ഒന്നിലേക്ക് മാറി കഴിഞ്ഞാൽ അവര് പിന്നെ ആരുടെ ഒന്നും മിണ്ടില്ല. അവര് വെറുതെ ഇരിക്കും. അവർക്ക് ഫുഡിന്റെ ആവശ്യമില്ല, വെള്ളത്തിന്റെ ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. അവര് വെറുതെ ഇരിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ശരിക്ക് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തി ഇപ്പൊ ഒരു ശ്വാസം ആകുമ്പോ നമുക്ക് ധ്യാനത്തിലെ അവസ്ഥയിലായിരിക്കുമല്ലോ. അത് പൂർണ്ണാവസ്ഥയിലാണ്, ധ്യാനത്തിന്റെ ഹയസ്റ്റ് ലെവൽ. അതന്നെ ഇപ്പം ഈ ബുക്കിൽ പറയുന്നുണ്ട്. ലേരി മഹാശനി അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പുകളാണത്. അത് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ 1 മണിക്കൂർ ബ്രീത്ത്ലെസ് സ്റ്റേജിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ സാധിക്കാൻ കഴിയുമെന്ന് പറയാൻ നമുക്ക് അത്രയ്ക്കുള്ള കാര്യങ്ങളെല്ലാം സാധിക്കാം പറയുന്നുണ്ട്. അപ്പൊ 1 മണിക്കൂറിലേ ഇരിക്കുമ്പോഴേ ഇങ്ങനെ അങ്ങനെ നമ്മുടെ 12 മണി 24 മണിക്കൂറിൽ അങ്ങനെ ഇരുന്നാൽ എങ്ങനെയായിരിക്കും? മനസ്സിലായി. അപ്പോ ഒരു ഇപ്പൊ ഞാൻ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യോഗിക്ക് എത്ര ശ്വാസം എടുക്കണം? എന്നാൽ മാത്രമേ ഇപ്പൊ ഒരു ശ്വാസം. അതുകൊണ്ട് തന്നെ ലേരി മഹാശൻ കുറെ കാര്യങ്ങൾ പറയുന്നു. ക്രിയായോഗ ചെയ്യുന്നവർ എഴുതിയെടുത്തോളൂ. ക്രിയായോഗ ചെയ്യുന്നവർ അമിതമായ കായിക വ്യാപാരം ചെയ്യരുത്. കായികമായിട്ടുള്ള അഭ്യാസങ്ങളൊന്നും ചെയ്യരുത്. 1 2 എന്നിട്ട് 2. അതുപോലെ ഈ വലിയ മലയൊക്കെ കയറാൻ പോകുന്ന ആ മല കയറ്റങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ സ്പീഡായിട്ട് നിങ്ങൾ നടക്കരുത്. അല്ല വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ തൂക്കാൻ പാടില്ല. ഓവർ വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ തൂക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വാസം അധികമായിട്ട് നമ്മൾ എടുത്തു വിടുന്നതാണ്. പിന്നെ 15 ദിവസങ്ങളിൽ ഒരിക്കൽ ലൗകികൻ 15 ദിവസങ്ങളിൽ ഒരിക്കൽ സ്ത്രീയുമായിട്ട് ബന്ധപ്പെടാം. അങ്ങനെ ബന്ധപ്പെട്ടതിന് ശേഷം ഉടനെ പോയി ഹൈ ലെവൽ ക്രിയ ചെയ്യണം. വേറെ എപ്പോഴും ആത്മീയതയിലിരിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ഉണ്ടാതെ യോഗ ചെയ്ത് കളിച്ചിരിക്കണം. പിന്നെ ഇടിമിന്നൽ ഉള്ള സമയം ക്രിയ ചെയ്യാൻ പാടില്ല. ഇടി വെട്ടുന്ന സമയത്തൊന്നും ക്രിയ ചെയ്യാൻ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പൈനൽ കാർഡിൽ ഒരു മാഗ്നറ്റിക് പവറാണ് വർക്ക് ചെയ്യുന്നത്. അത് എത്രയോ ക്ലാസ്സുകൾ മുമ്പൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു ക്രിയ എന്ന് പറയുന്നത് നമ്മുടെ സ്പൈനൽ കാർഡിൽ എന്താണ് മാഗ്നറ്റ് വർക്ക് ചെയ്യാണ്. ഒരു AC കറണ്ട് ഫാം ചെയ്യുകയാണ്. ആ കറണ്ട് നമ്മൾ ഓടുന്നു, ഹൈ ലെവൽ ഓടാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇടി വെട്ടുകയാണെങ്കിൽ നമുക്കത് ഷോക്ക് ഉണ്ടാകും.
അപ്പം നമ്മുടെ ബ്രെയിൻ വന്നിട്ട് ഒരു DC കറണ്ടാക്കി മാറ്റി അത് സ്റ്റോർ ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് ശരിക്കും ക്രിയായോഗം. അപ്പം അതിൽ നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യരുത്, ഇത് ഈ ഇടിമിന്നൽ വെട്ടുന്ന സമയം നമ്മൾ മഴ പെയ്യുമ്പോൾ നമ്മൾ ക്രിയയൊക്കെ ചെയ്യാം, അതേസമയത്ത് ഈ ഇടി വെട്ടുന്ന സമയത്തൊന്നും ക്രിയ ചെയ്യാൻ അത് വളരെ സൂക്ഷിക്കുക. പിന്നെ അമിതമായി നമ്മൾ സംസാരിക്കരുത്. പകൽ ചെയ്യുന്ന പാപകർമ്മങ്ങൾ വൈകുന്നേരം നിങ്ങൾ ചെയ്യുന്ന ക്രിയയിൽ കൂടി നശിക്കുകയാകുന്നു. പകൽ ചെയ്യുന്ന പാപകർമ്മങ്ങൾ നിങ്ങൾ വൈകുന്നേരം ചെയ്യുന്ന ക്രിയയിൽ കൂടി കംപ്ലീറ്റ് നശിക്കുക, അത് ഇല്ലാതെയാകും. രാത്രി കാലങ്ങളിൽ ചെയ്യുന്ന പാപകർമ്മങ്ങൾ രാവിലെ ചെയ്യുന്ന ക്രിയയോടുകൂടി ആ പ്രശ്നമാകും. സ്വാമി ഗ്രഹണ സമയത്തൊക്കെ ചെയ്യാൻ പാടുമോ? ഗ്രഹണ സമയത്തെല്ലാം ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. ഗ്രഹണ സമയങ്ങൾ തീർച്ചയായും ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ പൗർണമി അമാവാസി കാലയളവിൽ അന്ന് രാത്രിയും പകലും നല്ലവണ്ണം സാധനം ചെയ്യുക. അതുപോലെ കാലാട്ടുക, കയ്യിൽ വിരളിങ്ങനെ കുടിക്കുക, ഈ ഞൊട്ടയിടുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യരുത്. കാല് ചുമ്മാ കിടന്ന് ആട്ടരുത്, കാരണം അവിടെ എല്ലാം നമ്മുടെ എനർജി നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുന്നത്. ഭാരം ഒന്നും തൂക്കാൻ പാടില്ല എന്നൊക്കെ പറയണത് എനർജി അധികമായിട്ട് പോകുന്നതുകൊണ്ടാണോ? അങ്ങനെയാണോ? അതെ അതെ അതെ, ഭാരം നമ്മൾ ഓവറ തൂക്കുമ്പോൾ എനർജി നഷ്ടപ്പെടും. സ്വാമി, അപ്പോ ഒരു ചോദ്യം, ഈ പുണ്യകർമ്മം പാപകർമ്മം എന്ന് പറയുമ്പോ സത്യത്തിൽ അങ്ങനെ ഒരു വ്യത്യാസം ഇല്ലെന്നല്ല പറയുന്നത്. കർമ്മം മാത്രമല്ലേ ഉള്ളൂ, പുണ്യകർമ്മമായിട്ടും പാപകർമ്മമായിട്ടും ഇല്ലല്ലോ. ശരിക്കും ഇപ്പം നമ്മുടെ അറിയാതെ തന്നെ ഈ ചെറിയ ചെറിയ പക്ഷികളോ ചെറിയ ചെറിയ പുഴുക്കളൊക്കെ കാലുകൊണ്ട് ചവിട്ടി അങ്ങനെ അങ്ങനെയുള്ള പാപകർമ്മങ്ങളെല്ലാം നാച്ചുറലാ മാറിക്കോളും, നമ്മൾ നിങ്ങളുടെ അറിയേ വേണ്ട. സ്വാമി, കാലാട്ടലെന്ന് പറഞ്ഞ ക്രിയ ചെയ്തോണ്ടിരിക്കുമ്പോഴാണോ? ഇല്ല ഇല്ല, അല്ലാതെ നമ്മുടെ ഇരുന്നും കൊണ്ട് ചുമ്മാ കിടന്ന് ഒരു ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുക, അതൊക്കെ നമ്മൾ നിർത്തണം. തുടയാട്ടുന്നത്, കാലാട്ടുന്നത്, പിന്നെ ഈ കെയർലെസ് ആയിട്ട് നമ്മൾ ഇരിക്കുന്നതൊക്കെ നിർത്തണം. എപ്പോഴും കെയർഫുൾ ആയിരിക്കുക. മനസ്സ് വന്നിട്ട് എപ്പോഴും ചില സമയത്തുള്ള ഒരു ശൂന്യം പോലെ അങ്ങനെയൊക്കെ നിങ്ങളുടെ ഇരിക്കും, അത് കെയർലെസ് ആയിട്ട് ഇരിക്കുന്ന സംഭവം. നമ്മൾ എപ്പോഴും ബ്രെയിനിൽ വന്നിട്ട് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം, അതായത് കെയർഫുൾ ആയിട്ടിരിക്കണം. അപ്പോൾ നമുക്ക് ആയുസിന്റെ ബലം കൂടും, ആയുസ് വൃത്തി കൂടും. നമുക്ക് 5 വർഷം 10 വർഷം ആയുസ് കൂടുതൽ കിട്ടുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും സാധനം ചെയ്യുക. അതുകൊണ്ട് ആയുസിന്റെ ബലം കിട്ടണമെങ്കിൽ കെയർലെസ് ആയിട്ട് ഇരിക്കാൻ പാടില്ല, കെയർഫുൾ ആയിട്ടിരിക്കണം എപ്പോഴും. കുളിക്കുന്ന സമയം എങ്ങനെയാണ്? കുളിക്കുന്നത് വന്ന് രാവിലെ ഒന്നും കുളിക്കരുത്. യോഗ ചെയ്യുന്നവർ പകലിലേ കുളിക്കാവും. അയാൾ ഒരു 11-12 മണി, 12 മണിക്ക് ശേഷവും കുളിക്കരുത്, അതിന് മുമ്പ് കുളിക്കണം. ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് ഏറ്റവും നല്ലത്. കായികമായിട്ട് വേദനിപ്പിക്കുന്ന ഒരു കാര്യവും ചെയ്യരുത്. അല്ല സ്വാമിജി, രാവിലെ കുളിക്കരുതെന്നാണോ പറഞ്ഞത്? രാവിലെ കുളിക്കരുത്? രാവിലെ കുളിക്കരുത്. അപ്പൊ എപ്പോഴാണ് നമ്മൾ കുളിക്കേണ്ടത്? കുളിക്കുന്നത് വന്നിട്ട് നിങ്ങളുടെ പിന്നെ ഒരു 6 മണിക്ക് ശേഷം ഒരു ഇളം വെയിൽ സമയത്ത് ഉച്ചയ്ക്ക് മുമ്പായിട്ട് കുളിക്കാം. അതിരാവിലെ കുളിക്കരുത്. രാവിലെ കുളിക്കരുത്, കാരണം കഫം കൂടും. കഫപ്രകൃതി സൂര്യോദയത്തിന് മുന്നേ കുളിക്കരുതെന്ന്. കുളിക്കരുത്. സൂര്യ ഉദയത്തിന് കഴിഞ്ഞ് 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം എപ്പോഴാണെങ്കിലും കുളിക്കും. അപ്പൊ അതൊരു 8 മണിയൊക്കെ ആകുമ്പോൾ കുളിക്കാമല്ലോ, അങ്ങനെ പറ്റും? 8-9 മണിക്ക് കുളിക്കാം. പിന്നെ യോഗ ചെയ്ത ഉടനെ പോയി കുളിക്കരുത്. അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ യോഗ ചെയ്തിട്ട് ഉടനെ പോയി ഭക്ഷണം കഴിക്കും. കാരണം നമ്മുടെ വയറ്റിൽ വന്നിട്ട് ഹെവിനെസ് ഉണ്ടാവും, ഗ്യാസ് ഫോം ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഒരേ വിമ്മിഷ്ടമായിരിക്കും. കുളിക്കുമ്പോഴോ? കുളിക്കുന്ന കാര്യം, കുളിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി ഹീറ്റ് ഉണ്ടല്ലോ, ബോഡി ഹീറ്റിൽ ഇപ്പം നമ്മളൊരു ഹീറ്ററിൽ വന്നിട്ട് വെള്ളം ഒഴിച്ചാൽ എങ്ങനെ ഇരിക്കും? പച്ചവെള്ളം കൊണ്ട് ഒഴിച്ചാൽ അതുപോലുള്ള സംഭവം. ഇത് ഒരു ഡൗട്ട്, കാരണം ഈ കാലത്ത് പറയില്ലേ, നേരത്തെ പോണ സമയത്തൊക്കെ ഈ മലയ്ക്കൊക്കെ പറയില്ലേ പുലർച്ചെ നേരത്തെ മുങ്ങി കുളിച്ചിട്ട് വേണം, അതൊക്കെ അപ്പൊ എന്താ അങ്ങനെ പറയണത്? അപ്പൊ തെറ്റാണോ? അത് പറഞ്ഞ അവർക്ക് യോഗയല്ല, ഭക്തി മാർഗത്തിൽ അത് വരുന്നത്. കാരണം എന്ന് പറഞ്ഞാല് രാത്രിയുടെ ഉഷ്ണ സമയം അവർ നോക്കണം. ഇപ്പം ഒരു ഉദാഹരണം, ഇന്ന് ബ്രഹ്മചര്യത്തിൽ ആർക്കൊന്നും ബ്രഹ്മചര്യം 100% നടത്താൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ആഹാരക്രമത്തിൽ നിന്നാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പം ഉഷ്ണാധിക്യമുള്ള ആഹാരം കഴിക്കുകയാണെങ്കിൽ നൈറ്റിൽ വന്നിട്ട് ആണിനും പെണ്ണിനും ഡിസ്ചാർജ് ആകും. പിന്നെ അവർക്ക് എങ്ങനെ ബ്രഹ്മചര്യം എടുക്കാൻ നോക്കും?
അപ്പൊ അതുകൊണ്ടാണ് രാവിലെയും വൈകുന്നേരം കുളിക്കാൻ പറയുന്നത്. അപ്പൊ അതിരാവിലെ കുളിക്കുകയാണെങ്കിൽ ആ തണുപ്പിൽ കുളിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള നെർവ് സിസ്റ്റം എല്ലാം ഒന്ന് ചുരുങ്ങാൻ തുടങ്ങി. പിന്നെ നമുക്ക് ആ ഒരു ഫീലിങ്സ് ഒന്നും വരില്ല, ഒരു ഹോളി ഫീലിങ്സ് ഉണ്ടായിരിക്കും. അതുപോലെ വൈകുന്നേരം നമ്മുടെ കുളിച്ച് അല്ലെങ്കിൽ കൈകാലും മുഖം എല്ലാം കഴുകി നമ്മുടെ ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അതിൻ്റെതായ ഒരു തണുപ്പുണ്ടാവും. ആ ഫീലിങ്സോട് കൂടിയായിരിക്കും നമ്മൾ ഉറങ്ങും. അപ്പൊ നമുക്ക് ഇത് പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ വൈദ്യശാസ്ത്രം പറയുന്നുണ്ട്, നാച്ചുറോപ്പതിയിൽ തന്നെ പറയുന്നു, നിങ്ങൾ ഉറങ്ങാൻ പോണ സമയത്ത് 2 കാലും ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ആ വെള്ളത്തിനകത്ത് തണുത്ത വെള്ളത്തിൽ മുക്കാൻ പറയും. എന്തിനു മുക്കാൻ പറയുന്നു പറഞ്ഞാൽ നമുക്ക് നൈറ്റിൽ വന്നിട്ട് ഈ ഡിസ്ചാർജ് പോലുള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കും. അതൊരു അസുഖമാണ്. അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയാണ് കാലിൽ ഈ വെള്ളം ഇട്ട് കുറേ നേരം ഇരുന്നിട്ട് പിന്നെ തുടച്ച് കിടക്കാൻ പറയുന്നത്. അതിലെ മുഖം, കൈകാൽ, മുഖം എല്ലാം കഴുകി കൊണ്ടുവന്ന് ഉറങ്ങാൻ പറയുന്ന കാരണം ഈ സംഭവം കൊണ്ടാണ്. നമ്മുടെ ശരീരത്തിൽ ആമാശയത്തിൽ അടിവയറ്റിലാണ് ഉഷ്ണം കൂടുതൽ. ഈ ഉഷ്ണം നമുക്ക് എന്തുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലിരിക്കുന്ന സിമൺ അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്കുള്ള രജസ്, ഇതിന് അതെന്ത് ചെയ്യും, വെള്ളപ്പൊക്കം എന്ന് പറയും. അതെല്ലാം എടുത്ത് വെളിയിൽ കളയുന്ന ഒരു സംഭവം വരും. അപ്പോൾ നമ്മുടെ ശരീരത്തിന് തന്നെ അസ്വസ്ഥത ഉണ്ടാകും, അസുഖങ്ങളുണ്ടാകും. അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്.